നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഭയങ്കര ടേസ്റ്റുള്ള അവിലുകൊണ്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ തിളപ്പിച്ച് മെൽറ്റാക്കി എടുക്കാവേ. നമ്മൾ ചേർത്ത ഒരു പഞ്ചസാര നല്ലപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടണം കേട്ടോ. നല്ലപോലെ ഒന്ന് തിളച്ചതായതുപോലെ വരുന്ന സമയത്ത് നമ്മൾ ഇനി ഇതിലേക്ക് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിലെടുത്തിട്ടുണ്ട്. നെയ്യും കൂടി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കപ്പലുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1/4 കപ്പോളം അളവിലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം ഉണക്കമുന്തിരിയും പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മെയിനായിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് അവലാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരു 100 ഗ്രാം അളവിലാണ് എടുക്കേണ്ടത്. നമ്മൾ കപ്പളവ് നോക്കുകയാണെങ്കിൽ 250 ml കപ്പിൽ 1.25 കപ്പോളം വെയിറ്റിൽ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു പഞ്ചസാരയ്ക്ക് ഒന്ന് കാരമലൈസ് ചെയ്ത് എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ കരിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി ഒന്ന് ചെയ്തെടുക്കണേ. ഒത്തിരി അങ്ങ് മൂത്ത് കിട്ടണ്ട കേട്ടോ. നമുക്ക് ആ ഒരു ക്രിസ്പി ആയിട്ട് ആ ഒരു സൗണ്ടിൽ കിട്ടുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മട്ട അവലാണ് എടുത്തിട്ടുള്ളത്, അതാണ് കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ്. ഇല്ലെങ്കിൽ വെള്ളം എടുത്താലും മതി കേട്ടോ. ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5ൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. ഒന്ന് സ്റ്റിക്കായിട്ട് വരും കേട്ടോ. നമുക്കൊരു കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരും. എന്നിട്ട് നമ്മൾ ആ ഒരു ചൂടിൽ തന്നെ നമ്മൾ ഏത് ട്രെയിലാണ് ഒരു പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു ട്രെയിലേക്ക് ഒന്ന് കൊടുത്തിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുക. അവൻ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. കുറച്ച് മാത്രം മതി. നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാനാണ്. ടോപ്പിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ പാലിൻ്റെ ഒരു മിക്സാണ് കേട്ടോ കൊടുക്കുന്നത്. ഒരു പാക്കറ്റ് പാൽ ഒരു പാനിലേക്ക് എടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 പാക്കറ്റ് അളവിൽ പാൽപ്പൊടി കേട്ടോ. 10 രൂപയുടെ 2 പാക്കറ്റാണ്. നിങ്ങൾ അളന്ന് ചേർക്കുകയാണെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കണേ. പിന്നെ ഒരു 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് മധുരത്തിനായിട്ട് 1/4 കപ്പ് തന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. പാൽപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കട്ട കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് ആ ഒരു ചൂടാക്കി എടുക്കുന്നതിനനുസരിച്ച് നല്ലപോലെ ഒന്ന് മിക്സായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടും. തുടരെ ഇളക്കി കൊടുക്കണേ. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിക്കായിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കണ്ടില്ലേ ഇതുപോലെ ഒന്ന് തിക്കായിട്ട് വരും. എന്നിട്ടൊന്ന് തിളച്ച് ഒരു ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈസൂർ പൂവൻ പഴമാണ് കേട്ടോ. നമ്മുടെ പാളയംകോടൻ പഴം ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളതാണ് കേട്ടോ, തീരെ ചെറുതല്ല. ചെറുതാണെങ്കിൽ 3 എടുത്തോളണേ. നല്ല പഴുത്തിട്ടുള്ള എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ആ ഒരു മിക്സിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു അവലിൻ്റെ മിക്സിൻ്റെ ടോപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഈ ഒരു ടൈമിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അവലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, നമുക്കിഷ്ടമുള്ള രീതിയിലേക്ക് ഒന്ന് കൊടുത്ത് ഗാർണിഷ് ചെയ്തെടുക്കാവേ. ഇനി നല്ലപോലെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ പുഡിങ്ങൊക്കെ ആകുമ്പോൾ ഏറ്റവും നല്ല ടേസ്റ്റ് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 4-5 മണിക്കൂറെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 മണിക്കൂർ കഴിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ സെറ്റായി വന്നിട്ട് നമുക്ക് നോക്കാവേ. അപ്പം നമ്മളിത് സ്പൂൺ വെച്ച് കഴിക്കുന്ന ആ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു പുഡിങ് എപ്പോഴും നമുക്കിങ്ങനെ ആ ഒരു കോരി കഴിക്കുന്ന ആ ഒരു ടെക്സ്ചറാണ് കേട്ടോ നല്ലത്, കട്ട് ചെയ്തെടുക്കുന്നതിനേക്കാൾ ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ ആ ഒരു ബേസിൽ കൊടുത്തിട്ടുള്ള ആ ഒരു അവലിൻ്റെ ആ ഒരു ലെയർ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ വറുത്തൊക്കെ എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. പിന്നെ ആ ഒരു ടോപ്പിലേക്ക് ആ ഒരു ക്രീമി ലെയറും ആ ഒരു പഴവും നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അത്യാവശ്യം നല്ല ടേസ്റ്റ് തരുന്ന ഇൻഗ്രീഡിയൻസ് അല്ലേ. അപ്പം ഭയങ്കര ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. മറ്റേ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്